إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗൗരവരൂപത്തിൽ വസിയ്യത്ത് നൽകുകയാണ്. മുത്തഖീങ്ങളായി ജീവിക്കുവാനും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മതത്തിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും സാരോപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുവാനും ഹൃദയ വിശാലതയുള്ള ശുദ്ധ ഹൃദയമുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശാലമായ ഹൃദയത്തിൻ്റെ ആളുകൾക്ക് ദൈവസ്മരണ നിലനിർത്തുവാനും വിനയാന്വിതരായി ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ സൂറത്ത് തോഹയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബിശ്റഹ് ലി സദ്രി, അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, എനിക്ക് ഹൃദയവിശാലത നീ നൽകണമേ. നേരെ മറിച്ച് ഒരു മനുഷ്യൻ്റെ ഹൃദയം കടുത്തു പോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ട വലിയൊരു വിപത്താണ്. ഒരാളുടെ ഹൃദയം കടുത്തു പോവുക, അള്ളാഹു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ മുദ്ര വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ചില പ്രസ്താവനകൾ അങ്ങനെയാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു ചില മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്ക് സീല് വച്ചാൽ
പിന്നീട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ ആ മനസ്സുകൊണ്ട് സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഹൃദയകാഠിന്യം എന്നുള്ളത് വമ്പിച്ച വഴികേടായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സൂറത്തു സുമറിന്റെ 22-ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഒരു ചോദ്യം എന്നോണം നമ്മളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു ചോദിക്കുകയാണ്. സൂറത്തു സുമറിന്റെ 22-ാമത്തെ സൂക്തത്തിലൂടെ, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഹൃദയത്തിന് ഇസ്ലാം സ്വീകരിക്കാനുള്ള വിശാലത അല്ലാഹു നൽകി. അതുമൂലം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ റബ്ബിന്റെ പ്രകാശത്തിലായിരിക്കുകയും ചെയ്തു ആ മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഹൃദയം കടുത്ത മനുഷ്യനെ പോലെ ആയിത്തീരുമോ? അതാണ് അള്ളാന്റെ ചോദ്യം. ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യൻ ഹൃദയം കടുത്തവനെ പോലെ ആയിത്തീരുമോ? എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അള്ളാഹ് പറയാണ്, ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അള്ളാന്റെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് ദൂരം വഴി അകന്നുപോയ ഒരു മനുഷ്യൻ, അങ്ങനെ ഹൃദയം കടുത്തുപോയ അവർക്കാകുന്നു നാശം. അള്ളാന്റെ സ്മരണയിൽ നിന്ന് അകന്നുപോയി ഹൃദയം കടുത്തുപോയവർക്കാകുന്നു നാശം. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാണ്. അപ്പോൾ ഹൃദയം കടുത്തു പോവുക എന്നുള്ളത് വ്യക്തമായ വഴികേടിലാണ് എന്നാണ് ഖുർആനിന്റെ ഭാഷ്യം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഇൻഷിറാഹുൽ ഖൽബിന്റെ ആളുകളായിരിക്കാനാണ്, വിശാല ഹൃദയമുള്ള ആളുകളായിരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഖസ്വത്തുൽ ഖുലൂബിന്റെ, ഹൃദയം കടുത്തുപോകുന്നതിന്റെ എല്ലാ വിപത്തുകളിൽ നിന്നും, അതുണ്ടാക്കുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും, അതിന് കാരണമായി തീരുന്ന എല്ലാ ഏർപ്പാടുകളിൽ നിന്നും അമലുകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. സമയബന്ധിതമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ ചില കാര്യങ്ങൾ തന്നെ അമിതമായാൽ അത് ഹൃദയം കടുത്തുപോകാൻ കാരണമാകും. അത്തരത്തിലുള്ള 2-3 കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അസുലിയായിട്ട്, അടിസ്ഥാനപരമായിട്ട് ആ കാര്യങ്ങൾ അനുവദനീയമാണ്. പക്ഷേ അനുവദനീയമായ ചില കാര്യങ്ങൾ തന്നെ അമിതമായി ചെയ്യുക വഴി നമ്മുടെ ഹൃദയത്തിന് കാഠിന്യമുണ്ടായിത്തീരാൻ, അതുവഴി അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരുപാട് ദൂരത്തിലാകാൻ, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രൂപത്തിൽ ഹൃദയം കടുത്തുപോകുന്ന, അനുവദനീയമായതും എന്നാൽ അമിതമായാൽ ഹൃദയം കടുത്തുപോകുന്നതുമായ 2-3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിലൊന്ന്, അമിതമായാൽ ഹൃദയം കടുത്തുപോകുന്നതിൽ ഒന്ന് അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം നമുക്ക് അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം നമുക്ക് അനുവദനീയമാണ്. അള്ളാഹു അനുവദിച്ചിട്ടുള്ള ത്വയ്യിബായിട്ടുള്ള ഭക്ഷണം നമുക്ക് അനുവദനീയമാണ്. എന്നാൽ അനുവദിക്കപ്പെട്ട ഭക്ഷണം തന്നെ അമിതമായാൽ അത് ഹൃദയ കാഠിന്യത്തിന് കാരണമാകും. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ലല്ലോ. നമ്മുടെ ജീവൻ നിലനിർത്താൻ ഭക്ഷണവും പാനീയവും ഒക്കെ അനിവാര്യമാണ്. എന്നാൽ ആ ഭക്ഷണം തന്നെ അമിതമായി തീർന്നാൽ അത് ഹൃദയ കാഠിന്യത്തിന് കാരണമാകും. നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് പോലെ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നവരാകരുത്, നേരെ മറിച്ച് ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, കുലൂ വശ്റബു, തിന്നോളൂ കുടിച്ചോളൂ, വലാ തുസ്രിഫു, അമിതമാകരുത്. കാരണം എന്താ? ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ സുപ്രധാനപ്പെട്ട, നമ്മളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നു, കഫറത്തു ത്വആമി, ഭക്ഷണം അധികമാവുക എന്നുള്ളത് തുമീതുൽ ഖൽബ, അത് ഹൃദയത്തെ മരിപ്പിച്ചു കളയും. ഹൃദയത്തെ മരിപ്പിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കി തീർക്കും. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രൂപത്തിൽ ഹൃദയത്തെ നശിപ്പിച്ചു കളയും. ഏതുപോലെ?
കമാ തുമീതു കഥറത്തുൽ മാഇ സർആ, ഒരു കൃഷിയെ അമിതമായ വെള്ളം നശിപ്പിച്ചു കളയുന്നത് പോലെ, അമിതമായ വെള്ളം ഒരു കൃഷിയെ നശിപ്പിച്ചു കളയുന്നത് പോലെ അമിതമായ ഭക്ഷണം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നശിപ്പിച്ചു കളയും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഇന്ന മിനൽ മുറൂഅ, ഒരു മനുഷ്യത്വത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, ഒരുവന്റെ വ്യക്തിത്വത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അയ്യതുറക റജുലു തആമ വഹുവ യസ്തഹീഹി, ഇനിയും ഭക്ഷണം ആവശ്യമുണ്ട് എന്നുള്ള ഘട്ടത്തിൽ തിന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇനിയും ആവും, ഇനിയും എന്നെ കൊണ്ട് ഭക്ഷണം കഴിക്കാനാകും എന്നുള്ള ഘട്ടത്തിൽ ഭക്ഷണം അവസാനിപ്പിക്കുക എന്നുള്ളത്. നമ്മളങ്ങനെയാണല്ലോ, ഇനിയും ഭക്ഷണം കഴിക്കാനാവും എന്ന് കണ്ടാൽ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടേക്കും നമ്മൾ ഭക്ഷണം അടിച്ചു കയറ്റും. എന്നാൽ അലി റളിയല്ലാഹു പറയുന്നു, ഒരു മനുഷ്യന്റെ യഥാർത്ഥ വ്യക്തിത്വത്തിൽപ്പെട്ടതാണ് ഇനിയും ഭക്ഷണം ആവശ്യമുള്ളവനായിരിക്കെ അവൻ ഭക്ഷണം അവസാനിപ്പിക്കുക എന്നുള്ളത്. നല്ല മനുഷ്യന്മാരുടെ ലക്ഷണമാണ്. മൂക്കറ്റവും അതിനപ്പുറവും കഴിക്കുക എന്നുള്ളതാകരുത് നമ്മുടെ ശൈലി. സഹോദരന്മാരെ, ഭക്ഷണത്തിന്റെ അളവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ സുഖകരമായ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രോഗമില്ലായ്മക്കും ഒരു പരിധി വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ അളവ് കാത്തു സൂക്ഷിച്ചാൽ തന്നെ മതിയാവുന്നതാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിന്റെ അളവിനെ കുറിച്ച് പറഞ്ഞു, മാ മലഅ ആദമിയ്യുൻ വിആൻ ശർറൻ മിൻ ബത്നിഹി, ഒരു മനുഷ്യൻ നടക്കുന്നതിൽ വെച്ച് ഏറ്റവും ദുഷിച്ച ഏറ്റവും മോശമായ ഒരു പാത്രം അത് അവന്റെ വയറാണ്. അവന്റെ വയറിനോളം, തന്റെ വയറിനോളം മോശമായ ഒരു പാത്രവും ഒരു മനുഷ്യരും നിറച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കുന്നത് അത് അപകടകരമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ബിഹസ്ബി ബിനി ആദമ ഉകുലാത്തുൻ യുഖിംന സുൽബഹു, ഒരു മനുഷ്യന് അവന്റെ മുതുകിനെ നിവർത്താൻ പര്യാപ്തമായ അത്രമാത്രം ഭക്ഷണം കഴിച്ചാൽ മതിയാകും. മനുഷ്യന് ജീവൻ നിലനിർത്താൻ പര്യാപ്തമായ അത്ര ഭക്ഷണം കഴിച്ചാൽ മതി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇൻ കാന ലാ മഹാല, കൂടാതെ കഴിയുകയില്ലെങ്കിൽ ഫസുലുസുൽ ലിത്ആമി, അവിടുന്ന് നമ്മുടെ അളവിനെ കുറിച്ച് പഠിപ്പിച്ചു തരികയാണ്. വയറിന്റെ 1/3 ഭക്ഷണത്തിന് വേണ്ടിയും വസുലുസുൽ ലിശറാബിഹി, അതുപോലെ തന്നെ വയറിന്റെ 1/3 രണ്ടാമത്തെ ഒരു ഭാഗം പാനീയത്തിന് വേണ്ടിയിട്ടും വസുലുസുൽ ലിനഫസിഹി, കുറച്ച് ഭാഗം കാലിയാക്കിയിടണം ശ്വാസം അയക്കാൻ വേണ്ടിയിട്ട്, ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയിട്ട്. വയറിനെ 3 ഭാഗമാക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടി, ഒരു ഭാഗം പാനീയത്തിന് വേണ്ടിയിട്ടും, ഒരു ഭാഗം ശ്വാസത്തിന് വേണ്ടിയിട്ടും കുറച്ച് ഭാഗം കാലിയാക്കിയിടണം. അതാണ് നേരത്തെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനിയും ഭക്ഷണം കഴിക്കാൻ ആവശ്യമാണ്, എനിക്കാവും എന്നുള്ള സന്ദർഭത്തിൽ നിർത്തണം. വയറ് നിറച്ച് കഴിക്കരുത്. അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് അത് ഹൃദയത്തെ നശിപ്പിച്ചു കളയും എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിലൂടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലൂടെയും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശൈലി അതായിരിക്കണം. എത്ര നമുക്ക് ഇഷ്ടപ്പെട്ട, എത്ര പ്രിയപ്പെട്ട ഭക്ഷണം കണ്ടാലും, സ്വാദിഷ്ടകരമായ വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടാലും ഈ ഒരു അളവിൽ നമ്മൾ നിർത്തണം. ഭക്ഷണം അമിതമായാൽ അത് ഹൃദയത്തെ നശിപ്പിച്ചു കളയും. രണ്ടാമത്തെ ഒരു കാര്യം, ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്ന രണ്ടാമത്തെ ഒരു കാര്യം അമിതമായ സംസാരമാണ്. സംസാരിച്ചു കൊണ്ടേയിരിക്കുക, ലക്കും ലഗാനുമില്ലാതെ, ഒരു ലൈസൻസും ഇല്ലാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. കേൾക്കുന്ന ആളുകൾക്ക്, തൻ്റെ ശ്രോതാവിന് അത് ഇഷ്ടമാണോ, അവൻക്ക് സമയമുണ്ടോ, നമ്മുടെ സംസാരം കൊണ്ട് അവന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ നോൺ സ്റ്റോപ്പ് സംസാരക്കാരുണ്ട്. അത് നേർക്ക് നേരെയുള്ള സംസാരമായാലും ഫോണിലൂടെയുള്ള സംസാരമായാലും, കേൾക്കുന്ന ആളുകൾക്ക് അത് കേൾക്കാനുള്ള സമയമുണ്ടോ, താല്പര്യമുണ്ടോ, നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് അവൻക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നൊക്കെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. വെറും സംസാരക്കാർ മാത്രമാകരുത്. സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലത് മാത്രം സംസാരിക്കുക.
അതാണ് ഇസ്ലാമിന്റെ ശൈലി. അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയുടെ ഒരു ഗുണമായിട്ട്, സ്വഭാവമായിട്ട് അവിടുന്ന് പഠിപ്പിച്ചു തന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ടോ, അവൻ എന്ത് ചെയ്യണം? ഫല്യഖുൽ ഖൈറാ, അവൻ നല്ലത് മാത്രം സംസാരിക്കണം. ഇനി നല്ലതൊന്നും, ആളുകൾക്ക് ഉപകാരമുള്ളതൊന്നും സംസാരിക്കാനില്ല എങ്കിൽ ഔ ലിയസ്മുത്, അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. യഥേഷ്ടം സംസാരിച്ചു കൊണ്ടേയിരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരെ കുറിച്ച് പറഞ്ഞു, യഥേഷ്ടം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വായാടികളായ മനുഷ്യന്മാരെ കുറിച്ച്, നോൺ സ്റ്റോപ്പ് സംസാരക്കാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന മിൻ അബ്ഗദികും ഇലയ്യ വഅബ്അദികും മിന്നി യൗമൽ ഖിയാമ അസ്സർസാറൂൻ, നാളെ ഖിയാമത്ത് നാളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ ആരാ, അതുപോലെ തന്നെ എന്നോട് ഏറ്റവും വിദൂരത്തിലായിരിക്കുന്ന ആളുകൾ ആരാ, എന്റെ സാമീപ്യം ലഭിക്കാത്ത ആളുകൾ ആരാണ്? അസ്സർസാറൂൻ, സർസറ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വായാടികളാണ്. നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കും. അത് തനിക്ക് ഉപകാരമുണ്ടോ, മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടോ, താനിത് സംസാരിക്കുന്നത് നല്ലതാണോ എന്നൊന്നും നോക്കാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന സർസാറുകളായ ആളുകൾ, വായാടികളായ ആളുകൾ, അത്തരക്കാരോട് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമത്ത് നാളിൽ അങ്ങേയറ്റം വെറുപ്പാണ്. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം പോലും ലഭിക്കുകയില്ല. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെ കുറിച്ച് പറയുന്നത് നോക്കൂ. അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹദ്ദിഥു ഹദീസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ലൗ അദ്ദഹുൽ ആദു ലഅഹ്സാഹു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന വാക്കുകൾ എണ്ണാൻ തുനിയുന്ന ഒരാൾക്ക് അത് എണ്ണാൻ സാധിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചുരുക്കിയ റസൂലുള്ളാഹി സംസാരിക്കുകയുള്ളൂ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഗംഭീരമായ ആശയങ്ങൾ സംസാരിക്കുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയിരിക്കും നമ്മൾ. ഒരുപാട് സംസാരിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. നേരെ മറിച്ച് കുറച്ച് സംസാരിച്ചിട്ട് ഒരുപാട് ആശയങ്ങൾ അതിലൂടെ പ്രതിഫലിപ്പിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിന്റെ സംസ്കാരമാണ് നമ്മൾ കടമെടുക്കേണ്ടത്. വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കരുത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഒന്നും ആലോചിക്കാതെ സംസാരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച്, വ ഇന്നൽ അബ്ദ ലയതകല്ലമു മിൽ കലിമതി മിൻ സഖത്തില്ലാഹി ലാ യുൽഖി ലഹാ ബാല, അനന്തരഫലം, ഞാൻ സംസാരിക്കുന്നതിന്റെ അനന്തരഫലം എന്താണ് എന്ന് സൂക്ഷിക്കാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവിന്റെ കോപത്തിന് പോലും കാരണമാകുന്ന രൂപത്തിൽ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ ഒരു സംസാരത്തിലൂടെ അവൻ നരകത്തിൽ ആപതിക്കുക തന്നെ ചെയ്യും. സംസാരിക്കുന്നത് എന്താ, അതിന്റെ പ്രശ്നം എന്താ ഒന്നും പരിഗണിക്കാതെ അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ നരകത്തിന്റെ അടിത്തട്ടിലാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ഈ വിഷയകമായി പറഞ്ഞു, ലിസാനുൽ ആഖിലി മിൻ വറാഇ ഖൽബിഹി, ആഖിലിന്റെ ലിസാന്, ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാകും. എന്ന് പറഞ്ഞാൽ ചിന്തിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ 100 വട്ടം ചിന്തിച്ചിട്ടേ ഞാനിത് സംസാരിക്കാൻ പാടുള്ളൂ, ഞാനിത് പറയണോ പറയണ്ടേ എന്ന് തീരുമാനിക്കുള്ളൂ. ഫൈദാ അറാദൽ കലാമ തഫക്കർ, അവൻ എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ 100 വട്ടം ചിന്തിക്കും. ഫഇൻ കാന ലഹു ഖാൽ, എന്നിട്ട് പറയുന്നത് കൊണ്ട് ഗുണമുണ്ടെങ്കിൽ മാത്രം അവൻ സംസാരിക്കും. വഇൻ കാന അലൈഹി ലഅംസക, ഇനി പറയുന്നത് കൊണ്ട് ഒരു ഗുണമില്ല, അങ്ങനെയാണെങ്കിലും ഉണ്ടാതിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഖൽബുൽ ജാഹിലി, ജാഹിലായ വിവരമില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയമുണ്ടല്ലോ, മിൻ വറാഇ ലിസാനിഹി, അവന്റെ നാവിന്റെയും പിന്നിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നാവ് മുന്നിലായിരിക്കും അവൻ്റെത്, ചിന്തിക്കൊന്നുമില്ല, വെറുതെ പറഞ്ഞുകൊടുക്കും. വൈൻ ഹമ്മ ബിൽ കലാമി തകല്ലമ, അവൻ എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അപ്പ സംസാരിക്കും. എന്തെങ്കിലും ഒന്ന് പറയണം ഉദ്ദേശിച്ചാൽ അപ്പം പറയും. ലഹു അലൈഹി, ഗുണകരമാണോ, അവൻക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊന്നും നോക്കൂല. ചില ആൾക്കാരുണ്ടല്ലോ, ഞാനത് പറയാൻ വിചാരിച്ചു പറഞ്ഞു,
ഞാനത് പ്രതികരിച്ചു, എനിക്കങ്ങനെയാണ്, എൻ്റെ ശൈലി അങ്ങനെയാണ്, ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും എന്ന് വലിയ അഹങ്കാരത്തിന്റെ രൂപത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അല്ല, ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിച്ചിട്ടേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് ചിന്തിച്ച് സംസാരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ശൈലി. നമ്മുടെ ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്ന രണ്ടാമത്തെ കാരണമാണ് ഒന്ന് അമിതമായിട്ടുള്ള ഭക്ഷണവും, രണ്ടാമത്തേത് അമിതമായിട്ടുള്ള സംസാരവും. ഈ രണ്ട് സ്വഭാവത്തിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹൃദയകാഠിന്യം എന്നുള്ളത് നമ്മൾ ഏവരും സൂക്ഷിക്കേണ്ട വലിയ ഒരു വിപത്താണ് എന്നും ആ ഹൃദയകാഠിന്യം ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള നമുക്ക് അനുവദനീയമാണെങ്കിലും അമിതമായാൽ ഹൃദയകാഠിന്യം ഉണ്ടാക്കുന്ന രണ്ടു കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് ഭക്ഷണം അമിതമാകലാണ്, സംസാരം അമിതമാകലാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, അമിതമായ ഉറക്കമാണ്. ഉറക്കം അനുഗ്രഹമാണ്. വജഅൽനാ നൗമകും സുബാത്ത, നിങ്ങളുടെ ഉറക്കത്തെ ഒരു വിശ്രമമാക്കി ഞാൻ തീർത്തിരിക്കുന്നു. ഉറക്കം ഒരു വിശ്രമമാണ്, എല്ലാം ഇറക്കി വെക്കാനുള്ള ഒരു സമയമാണ് ഉറക്കം. എന്നാൽ ആ ഉറക്കം പോലും അമിതമാകുമ്പോൾ, സമയം കിട്ടുമ്പോഴൊക്കെ ഉറങ്ങുക എന്നുള്ളത്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് പാടുള്ള കാര്യമല്ല. അമിതമായ ഉറക്കം നമ്മുടെ ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്നതാണ്. മഹാനായ താബിഈ പണ്ഡിതൻ വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ല പറയാണ്, ലൈസ മിൻ ബനി ആദമ അഹബ്ബു ഇലാ ശൈത്വാനിഹി മിനൽ അകൂലിൻ നവ്വാം. വഹബ് ഇബ്നുൽ മുനബ്ബഹ് റഹിമഹുല്ല പറയാണ്, ശൈത്വാനിന് ഒരു മനുഷ്യനിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യം അൽ അകൂൽ അൻ നവ്വാം. ഈ രണ്ട് വിഭാഗത്തെയാണ് ശൈത്താനിന് ഏറ്റവും ഇഷ്ടമുണ്ടാകുക. ഒന്ന് അമിതമായി തിന്നുന്ന ആള്, അൽ അകൂൽ. രണ്ടാമത്തെ വിഭാഗം അൻ നവ്വാം, അമിതമായി തിന്നിട്ട് അമിതമായി ഉറങ്ങുന്ന ആളുകൾ. യഥേഷ്ടം തിന്നിട്ട് പിന്നെ ഒന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത രൂപത്തിൽ കടന്നുറങ്ങുക. അങ്ങനെയുള്ള ആളുകളെയാണ് ശൈത്വാനിന് ഏറ്റവും ഇഷ്ടമുണ്ടാവുക എന്നാണ് താബിഈയായിട്ടുള്ള വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ല പറയുന്നത്. കാരണം എന്താ, എപ്പോഴും ഉറങ്ങുക എന്നുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ മടിയാവും. ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യാത്ത ആളുകളായിരിക്കും ഉറങ്ങി തീർക്കുക എന്നുള്ളത്. അതുകൊണ്ട് അമിതമായി ഉറങ്ങരുത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, കസ്റത്തുൻ നൗമി യുമീതുൽ ഖൽബ്. ഹസനുൽ ബസരി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, കസ്റത്തുൻ നൗമി, അമിതമായ ഉറക്കം, യുമീതുൽ ഖൽബ്, അത് ഹൃദയത്തെ നശിപ്പിച്ചു കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഉറങ്ങാൻ നിശ്ചയിച്ച സമയത്ത് മാത്രം ഉറങ്ങുക. ചില മനുഷ്യന്മാരുണ്ടാവും നമസ്കാരത്തെ പോലും ബാധിക്കുന്ന രൂപത്തിൽ ഉറങ്ങി തീർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തൊരു സമയമാണ് ഇശാഇന് മുമ്പുള്ള ഉറക്കം. വകാന യക്റഉ നൗമ ഖബ്ലഹ, ഇശാഇന് മുമ്പുള്ള ഉറക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. കാരണം എന്താ, ചിലപ്പോൾ ആ ഉറക്കം ഇശാഇന്റെ ജമാഅത്തിനെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഉറക്കമായിരിക്കും. അതുപോലെ തന്നെ ളുഹറിന് ശേഷം ഉറങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല, നേരെ മറിച്ച് അസറിനെ ബാത്തിലാക്കുന്ന രൂപത്തിലുള്ള ഉറക്കം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഫജ്ർ നമസ്കാരത്തെ ബാത്തിലാകുന്ന രൂപത്തിൽ, ആ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഉറക്കം നമുക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്: അമിതമായിട്ടുള്ള ഭക്ഷണവും, അമിതമായിട്ടുള്ള സംസാരവും, അമിതമായിട്ടുള്ള ഉറക്കവും ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തെ നശിപ്പിച്ചു കളയും. അവന്റെ ഹൃദയകാഠിന്യം ഉണ്ടാകാൻ അത് കാരണമാണ്. ഇൻഷിറാഹുൽ ഖൽബിന്, ഹൃദയ വിശാലതക്ക് അത് തടസ്സമാണ് എന്നൊക്കെയാണ്
ഇന്നത്തെ ഖുതുബയുടെ പറയാൻ ഉദ്ദേശിച്ചതിന്റെ ചുരുക്കം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇൻഷിറാഹുൽ ഖൽബിന്റെ ആളുകളാകാനും ഖസ്വത്തുൽ ഖൽബിന്റെ ആളുകളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ ബോധപൂർവം ശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ നല്ലവരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുടുംബമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ വീടുകളിലും ആശുപത്രികളിലുമായി കഴിഞ്ഞുകൂടുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ശിഫായിനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അവരുടെ കടങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായി, ശാരീരികമായി, കുടുംബപരമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവർക്കെല്ലാവർക്കും നീ സമാധാനത്തെയും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും അമ്നിനെയും ഇസ്സത്തിനെയും നീ പ്രദാനം നൽകണേ റഹ്മാനെ. ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.